ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കടമുള്ള കമ്പനികൾ, കടമില്ലാത്ത കമ്പനികൾ. സത്യത്തിൽ കടമുള്ളത് നല്ലതാണോ? ഒരിക്കലും കടമുള്ളത് നല്ലതല്ല. നമുക്കാണെങ്കിലും പേഴ്സണലായിട്ട് കടമുണ്ടെങ്കിൽ, പേഴ്സണൽ ലോണൊക്കെ ഉണ്ടെങ്കിലും, നമ്മുടെ ഫാമിലിക്ക് മൊത്തത്തിൽ കടമുണ്ടെങ്കിലും അത് അത്ര ഒരു നല്ല കാര്യമല്ല. അപ്പം നമ്മൾ കമ്പനീനെ സംബന്ധിച്ച് പറയുവാണെങ്കിലും കമ്പനികൾക്ക് കടമുള്ള കമ്പനികളുണ്ട്, കടമില്ലാത്ത കമ്പനികളുണ്ട്. അപ്പോൾ കടമുള്ള കമ്പനികളെല്ലാം മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു കമ്പനി കടമെടുക്കുന്നത് അവരുടെ കമ്പനി വിപുലീകരിക്കാൻ വേണ്ടി, ബിസിനസ് കൂട്ടാൻ വേണ്ടി ആണെങ്കിൽ ആ കമ്പനിയുടെ കടം ശരിക്കും ആ കമ്പനിക്ക് നല്ലതാണ്. ചില കമ്പനികൾക്ക് കടമെടുത്തു കഴിഞ്ഞാലേ അവരുടെ ബിസിനസ് കൂട്ടാനായിട്ടുള്ള സാധ്യതകൾ മുന്നിലുള്ളൂ. ശരിക്കും അങ്ങനെ ഒരു കടമെടുക്കൽ തന്നെയാണ് ഷെയർ മാർക്കറ്റ്. ശരിക്കും കടമെടുക്കലല്ല, നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ തന്നെ ക്യാഷ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്യാഷ് കിട്ടാം, പോകാം. കമ്പനി വളർന്നാൽ ഓക്കെ, നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകും. കമ്പനി വളർന്നില്ലെങ്കിൽ നമുക്കതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ അത് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഷെയർ മേടിക്കുന്നത് ശരിക്കും ആ ഒരു കൺസെപ്റ്റിലാണ്. കമ്പനി നല്ലതാണോ ഇല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നല്ല കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണല്ലോ നമ്മൾ ഷെയർ മേടിക്കുന്നത്. ആ ഒരു തീരുമാനം നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മുടെ ക്യാഷ് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പം കമ്പനിക്ക് കടമുള്ളത് നല്ലതാണെന്ന് പറഞ്ഞാലും കടമില്ലാത്ത കമ്പനിയല്ല കൂടുതൽ നല്ലത്. കടമില്ലാത്ത നല്ല കമ്പനികൾ, കടമില്ലാത്ത കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കമ്പനിയാണ്, അവർ ലോണൊന്നും എടുത്തിട്ടില്ല, 1 രൂപ പോലും അവർക്ക് ലോണില്ല എങ്കിലും അവരുടെ കയ്യിൽ ഇഷ്ടംമാതിരി ക്യാഷ് ഉണ്ടെന്നാണ് അർത്ഥം. അതായത് കമ്പനി ഒന്നെങ്കിൽ അവർക്ക് വിപുലീകരിക്കാനുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല, കടമെടുക്കേണ്ട കാര്യമൊന്നുമില്ല, വിപുലീകരിക്കുന്നുമില്ല. അങ്ങനെ ആണെങ്കിൽ ഓക്കെ, അവർക്ക് കടമെടുക്കേണ്ട. രണ്ടാമത് കമ്പനി വികസിച്ചുകൊണ്ടിരിക്കുവാണ്, അല്ലെങ്കിൽ കമ്പനി വളർന്നുകൊണ്ടിരിക്കുവാണ്, കമ്പനിയുടെ പൈസ കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ലാഭം കിട്ടുന്നുണ്ട്, അവർക്ക് ഇഷ്ടമാതിരി റിസർവ് ഫണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് കമ്പനി വളർന്നുകൊണ്ടിരിക്കുവാണ് എങ്കിൽ കമ്പനിക്ക് ലോൺ എടുക്കേണ്ട കാര്യമില്ല. കടമെടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ കടത്തിന് ഇൻട്രസ്റ്റ് വരും. ഈ ഇൻട്രസ്റ്റ് അടയ്ക്കണം, എല്ലാ വർഷവും അടയ്ക്കണം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയും. കമ്പനിയുടെ കടവും കമ്പനിയുടെ അസറ്റും തമ്മിലുള്ള അനുപാതം, അതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നിർബന്ധമായിട്ട് നമ്മൾ നോക്കും. അത് നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ കമ്പനി ലോണ്, അവരെടുത്ത ലോണ് പ്രോപ്പറായിട്ട് തിരിച്ചടയ്ക്കുന്നുണ്ടോ, അതിന് ഇൻട്രസ്റ്റ് കറക്റ്റായിട്ട് തന്നെ പേ ചെയ്യുന്നുണ്ടോ. ഇൻട്രസ്റ്റിലൊക്കെ ഡിലേ വരുത്തി കഴിഞ്ഞാൽ കമ്പനി അത്ര നല്ലതല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഉണ്ടല്ലോ, കിങ്ഫിഷറൊക്കെ അറിയാലോ. അപ്പം അതുപോലുള്ള കമ്പനികളുണ്ട്. അപ്പോൾ കടമില്ലാത്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. ഇനി കടമില്ലാത്ത കമ്പനികളെല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ചില കമ്പനികൾക്ക് ഒരു ബാങ്കും കടം കൊടുക്കില്ല. അങ്ങനെയുണ്ട്. കമ്പനി മോശമാണെങ്കിൽ, പെർഫോമൻസ് ഒന്നുമില്ല, വളർന്നുകൊണ്ടിരിക്കുന്നില്ല, മറിച്ച് തളർന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയാണെങ്കിൽ ആ കമ്പനിക്ക് സാധാരണഗതിയിൽ ബാങ്കുകളൊന്നും കടം കൊടുക്കില്ല. ഈ കടം തന്നെ 2 തരം കടമുണ്ട്, സെക്വേർഡ് ലോണും അൺസെക്വേർഡ് ലോണും. സാധാരണ ബാങ്കുകളിൽ നിന്നും മറ്റും കമ്പനിക്ക് കിട്ടുന്ന കടമാണ് സെക്വേർഡ് ലോണ്. ബ്ലേഡാണ് അൺസെക്വേർഡ് ലോണ്. അതായത് പ്രൈവറ്റ് ഫേംസ് കൂടുതൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നതാണ് അൺസെക്വേർഡ് ലോൺ. അപ്പോൾ ഈ സെക്വേർഡ് ലോണും അൺസെക്വേർഡ് ലോണും, അപ്പോൾ സെക്വേർഡ് ലോൺ ഉള്ളത് കുറച്ച് വലിയ കുഴപ്പമില്ല, അൺസെക്വേർഡ് ലോൺ ഉള്ളത് അത്ര നല്ലതല്ല. അൺസെക്വേർഡ് ലോൺ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം. ബാലൻസ് ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും സെക്വേർഡ് ലോണും ആണോ അൺസെക്വേർഡ് ലോണാണോ ഉള്ളതെന്ന്. അപ്പോൾ അൺസെക്വേർഡ് ലോൺ ഉണ്ടെങ്കിൽ അതിന് പലിശ കൂടുതലായിരിക്കും. ഒരു കമ്പനി സെക്യൂർ ആയിട്ടല്ലാത്ത ലോൺ എടുക്കുന്നത് അവർക്ക് സെക്യൂർ ആയിട്ടുള്ള ലോൺ കിട്ടാത്തത് കൊണ്ടാണ്. കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അതേ എടുക്കുള്ളൂ, സെക്യൂർഡ് ലോണേ എടുക്കുള്ളൂ. സെക്യൂർഡ് ലോൺ കിട്ടില്ലെങ്കിൽ മാത്രം അവർ അൺസെക്യൂർഡ് ഇതിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന മൊത്തം ലോണിൻ്റെ കാര്യമാണ്. അപ്പോൾ ലോണില്ലാത്ത കമ്പനി കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലതാണ്. ലോണില്ലാത്ത നല്ല കമ്പനികൾ കിട്ടുവാണെങ്കിൽ നമുക്ക് വളരെ കൂടുതൽ നല്ലതാണ്. പിന്നെ ഈ കമ്പനി ലോൺ എടുക്കുന്നില്ല എന്ന് കരുതിയിട്ട് ഇവരുടെ സെയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളത് ഇൻവെസ്റ്റ് ചെയ്തത്. അവർ സെയിൽ, അതായത് പ്രോഫിറ്റ്, മൊത്തത്തിൽ പ്രോഫിറ്റ്, ഇവർക്ക് ഒരു എക്സ്പെൻസ് ഇല്ലായിരിക്കും. അതായത് ഇൻട്രസ്റ്റ് ഇവർക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ആ ഒരു ലോണ് സെറ്റിൽമെൻറ്റും ഇല്ലായിരിക്കും, കാരണം അവർക്ക് ലോണില്ല. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് ഇവർക്കില്ല. അപ്പോൾ കമ്പനിക്ക് ന്യായമായിട്ട് പ്രോഫിറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടി അവർ കമ്പനി വളരുന്നുണ്ടോ, അതായത് സെയിൽ കൂടുന്നുണ്ടോ, പ്രോഫിറ്റ് കൂടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതിൻ്റെ കൂടെ
അങ്ങനെ കൂടുന്നുള്ള കമ്പനിക്ക് ലോണും കൂടെ ഇല്ലെങ്കിൽ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാൻ വളരെ നല്ല കമ്പനിയായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. പല കാര്യങ്ങളും നോക്കണം കേട്ടോ. ഞാൻ ഇത്ര ചെറിയ കാര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന കമ്പനികൾ നല്ല കമ്പനികളാണ്. അപ്പോൾ സെക്ടർ വൈസ് ആണ് നമ്മൾ എടുക്കുന്നത്. ആകെപ്പാടെ ഞാൻ ഇൻഡെക്സ് വൈസ്, സെക്ടറിലെ ഇൻഡെക്സ് നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ ഏതൊക്കെയുണ്ട് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി 50-ൽ ശരിക്കും 50 കമ്പനികളുണ്ടല്ലോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിൽ 4 കമ്പനികൾക്ക് മാത്രമേ ലോൺ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ കമ്പനികൾക്കും ലോണുണ്ട്. അപ്പം ഞാൻ ആ 4 കമ്പനി പോരല്ലോ, നമുക്ക് കുറച്ചും കൂടെ കമ്പനി കിട്ടിയാലേ അത് ഒരു സുഖമാകുള്ളൂ. അപ്പം ഞാൻ കുറച്ച് കമ്പനിയും കൂടെ സെക്ടർ അല്ലെങ്കിൽ ഇൻഡെക്സ് നമുക്ക് സെക്യൂർ ആയിരിക്കുകയും ചെയ്യണം. അപ്പം ഞാൻ നിഫ്റ്റി 100 നോക്കി. നിഫ്റ്റി 100-ൽ നമുക്ക് 19 കമ്പനികളുണ്ട്. അതൊക്കെ 19 അല്ല, ടോട്ടൽ 23 കമ്പനികളുണ്ട്. ആ 23 കമ്പനിയിൽ 4 എണ്ണം നിഫ്റ്റി 50-ൽ വന്ന കമ്പനിയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 19 കമ്പനികളുണ്ട്. അപ്പോൾ ടോട്ടൽ നമുക്കുള്ള കമ്പനികൾ 23 കമ്പനികളാണ് നിഫ്റ്റി 100-ൽ ലോൺ ഇല്ലാത്ത കമ്പനികൾ. ബാക്കി കമ്പനി നല്ലതാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കണം. പക്ഷേ ഞാൻ ഈ പറയുന്ന മിക്ക കമ്പനികളും അടിപൊളി കമ്പനികളാണ്, മോശമുള്ള കമ്പനികളല്ല, എല്ലാം സൂപ്പർ കമ്പനികളാണ്. കാരണം നമ്മൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ 100 കമ്പനിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അവർക്ക് ലോണും കൂടെ ഇല്ല എന്നതിൻ്റെ അർത്ഥം അവർക്ക് റിസർവ് ഫണ്ട് അതുപോലെ ഉണ്ട് എന്നാണ്. കമ്പനിക്ക് കാശുണ്ട്. അല്ലെങ്കിൽ കമ്പനിക്ക് ഇനിയിപ്പോൾ ഒരു ലോൺ അപ്രോച്ച് ചെയ്താലും ലോണ് കൊടുക്കാൻ ഉത്സാഹിച്ച് നിൽക്കും ബാങ്കുകളൊക്കെ ആണെങ്കിൽ. കാരണം വലിയ കമ്പനിയാണ്, അതുപോലെ തന്നെ നിലവിൽ ലോണൊന്നുമില്ല. ഇത് നല്ല ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നല്ല ഫാക്ടറാണ്. പിന്നെ ബാക്കി നമുക്ക് പ്രോഫിറ്റബിലിറ്റിയും കാര്യങ്ങളും അതിൻ്റെ ബുക്ക് വാല്യൂ മിക്കവാറും ഓവർ വാല്യൂഡ് ആയിരിക്കും ഇങ്ങനത്തെ കമ്പനികളൊക്കെ. അതായത് വില വളരെ കൂടുതലായിരിക്കും. കാരണം ആൾക്കാർ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വില വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ഈ നോക്കിയ കമ്പനികൾ ഏതൊക്കെയാണ്? ആദ്യം നമുക്ക് നിഫ്റ്റി 50-ൽ 4 കമ്പനികൾ നോക്കാം. ഒന്നാമത്തെ കമ്പനി ഭാരതി ഇൻഫ്രാടെൽ ലിമിറ്റഡ് ആണ്. രണ്ടാമത്തത് ഇൻഫോസിസ്, മൂന്നാമത്തെ ബജാജ് ഓട്ടോ, നാലാമത്തത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ. അപ്പോൾ ഇതിൽ എനിക്കൊരു പ്രോബ്ലം ഉള്ളത് ഭാരതി ഇൻഫ്രാടെൽ ലിമിറ്റഡ് ആണ്. ചിലപ്പോൾ എൻ്റെ ഒരു തോന്നലായിരിക്കാം. ടെലികോം കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ ടെലികോം ഇതിൽപ്പെട്ട ഒരു കമ്പനിയാണ്. ഇപ്പോൾ അവർ കുറേ പ്രോബ്ലത്തിലൊക്കെ കൂടെയാണ് പോകുന്നത്. കാരണം ജിയോയൊക്കെ വന്നു, അപ്പോൾ അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ആ ഒരു കമ്പനിക്ക് കടവില്ല അവർക്ക്. എനിവേ നോക്കണം, കടവില്ല എന്നത് മാത്രം ഒരു നല്ല ഫാക്ടറല്ലോ. കമ്പനി വളരണമല്ലോ. അപ്പോൾ ഇതിന് ഇനി ഒരു വളർച്ചാ സാധ്യത ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇൻഫോസിസ് ഒക്കെ ഒരു രക്ഷയില്ല. രണ്ടാമത്തെ കമ്പനി, ഇന്ത്യയിലെ രണ്ടാമത്തെ കമ്പനി, വലിയ കമ്പനി, നല്ല കമ്പനിയാണ്. ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോയ്ക്കും ഓക്കെ അവരുടെ ഒരു ഫ്യൂച്ചർ ഇനി ഭാവിയിലേക്ക് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് നോക്കണം. ശരിക്കും പറഞ്ഞാൽ ബജാജ് എന്ന് പറയുന്ന ഒരുപാട് ഓട്ടോ, പല രീതിയിലുള്ള ഓട്ടോകൾ അവരുടെ ഉണ്ടായിരുന്നു. പണ്ട് നമ്മളിപ്പോൾ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന ഓട്ടോകൾ തന്നെ. ആ ഓട്ടോകളെല്ലാം ഇപ്പോൾ അന്യം നിന്ന് പോവുകയാണ്. പുതിയ പുതിയ വണ്ടികൾ വന്നു. മഹേന്ദ്ര ഇറക്കുന്നുണ്ട്, ടാറ്റ ഇറക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വണ്ടികൾ ഓട്ടോയ്ക്ക് പകരമായിട്ട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരും പുതിയ ഓട്ടോകൾ, ഇവരുടെ രീതിയിലും പുതിയ ഓട്ടോകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഓട്ടോയ്ക്ക് ഇപ്പോൾ ആൾക്കാർക്ക് വലിയൊരു താല്പര്യക്കുറവ് പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് ഇവർ അതിനെ ഓവർകം ചെയ്തിട്ട് പുതിയ വണ്ടികളൊക്കെ ഇറക്കുവാണെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം, ഇവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എനിവേ ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഒരു രക്ഷയില്ല, നല്ല കമ്പനിയാണ്, അതിലൊന്നും പറയാനില്ല. പിന്നെ ഉള്ളത് നിഫ്റ്റി 100-ൽ നമുക്ക് നോക്കാം ഏതൊക്കെ കമ്പനികളാണ്. നിഫ്റ്റി 100-ൽ ഇനി 19 കമ്പനികളാണ്. ടോട്ടൽ 100 കമ്പനികളുള്ളതിൽ 23 കമ്പനിയും ഡെപ്റ്റ് ഫ്രീ ആണ്. ഓക്കെ, അതിലെ 4 കമ്പനി നിഫ്റ്റി 50-ലുള്ളതാണ്. ബാക്കി 19 കമ്പനിയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ്, ബോഷ് ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ സിങ്ക് ലിമിറ്റഡ്, അംബുജ സിമെൻറ്റ്സ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, സൺ TV നെറ്റ്വർക്ക്, സൈമൺസ് ലിമിറ്റഡ്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്റർ ഗ്ലോബ് ആവിയേഷൻ ലിമിറ്റഡ്, കോൾഗേറ്റ് പാൽമോലീവ്. കോൾഗേറ്റ് പാൽമോലീവൊക്കെ നമ്മൾ 52 വീക്ക് കയ്യിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. അതൊക്കെ അങ്ങ് കയറിപ്പോയി, ഭയങ്കരമായിട്ട് കയറിപ്പോയ കമ്പനിയാണ്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നല്ല കമ്പനിയാണ്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി ലിമിറ്റഡ്, പിന്നെ ഹാവൽസ് ഇന്ത്യ ലിമിറ്റഡ്. ഹാവൽസും ഈ പറഞ്ഞ പോലെ ഇലക്ട്രോണിക് സാധനങ്ങൾ ഒരുപാട് അവരിറക്കുന്നുണ്ട്. ഭയങ്കര ഫേമസ് ആണ് ഹാവൽസിൻ്റെ ഇലക്ട്രോണിക്സ്. അപ്പം അതും നല്ല കമ്പനി ആയിട്ട് വരും. ACC ലിമിറ്റഡ്, ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ്. ഈ ഇൻഷുറൻസ് കമ്പനികൾക്കൊന്നും കടമുണ്ടായില്ല. കാരണം അവരങ്ങോട്ട് കാശ് മേടിക്കുകയാണ്, അവർക്ക് ലോൺ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ഇൻഷുറൻസ് കമ്പനികൾ കുറച്ചുണ്ട്. HDFC സ്റ്റാൻഡേർഡ് ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇവരൊക്കെ കാശുകാരാണ്, ഇവർക്കൊന്നും ലോൺ എടുക്കേണ്ട കാര്യമില്ല. ഇവർ വേണേൽ ലോൺ കൊടുക്കും. അടുത്തത് പ്രൊക്ടർ
ഗാംബിൾ ഹൈജീൻ ആൻഡ് ഹെൽത്ത് കെയർ ലിമിറ്റഡ്. ഹെൽത്ത് കെയറിലൊക്കെ ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ, അല്ല നിഫ്റ്റി 100-ൽ ഒറ്റ കമ്പനിയേ ഉള്ളൂ എന്താ പറയുക ഈ കടമില്ലാത്തത്. ഓക്കെ, എന്ന് വെച്ചാൽ കടമുള്ള കുറ്റമൊന്നുമല്ല. ഓക്കെ, അടുത്ത് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിന് കടമുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് DVR ആണ് ഇത്. ഇപ്പം അതിന് ടാറ്റ മോട്ടോഴ്സ് DVR ഷെയർ അതിന് കടമില്ല. അപ്പം അത് നോക്കേണ്ട കാര്യമില്ല. ഓക്കെ, ടാറ്റ മോട്ടോഴ്സിന് കടമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയാൽ മതി. അടുത്തത് അവന്യൂ സൂപ്പർ മാർട്ട്സ്. അപ്പോൾ സൂപ്പർ മാർക്കറ്റുകൾ അത് കൊള്ളാം, ഒരു രക്ഷയില്ല. ഇനിയും വേറെ ഡിമാർട്ടൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി കമ്പനികളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ഈ ലിസ്റ്റിൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പനികളാണ് നമുക്ക് കടം ഇല്ലാത്ത ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികൾ.